നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബ എന്ന് ഉറപ്പായി. മുംബൈ മോഡൽ ഭീകരാക്രമണമാണ് നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട്. 2 തദ്ദേശീയർ ഉൾപ്പെടെ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും കിട്ടിയിരുന്നു. കശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ ഭീകരരെ പാകിസ്ഥാനിലിരുന്ന് കസൂരി നിയന്ത്രിച്ചു. ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം നൽകി. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയതെവിടെയെന്നും അന്വേഷിക്കുന്നുണ്ട്. NIA സംഘം പഹൽഗാമിലേക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ബിജ് ബഹേര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ മറ്റൊരു സംഘമാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും TRFന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി. ലഷ്കർ-ഇ-തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള കസൂരി എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയീദിന്റെ വളരെ അടുത്തയാളാണ്. കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ്. പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഇയാൾക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് 2 മാസം മുൻപ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കകൻപൂരിൽ എത്തിയിരുന്നു. അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തിയാണ്. കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങുകയാണ് രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് ആക്രമണമുണ്ടായത്. ലഷ്കർ-ഇ-തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരുമായി വിമാനത്താവളത്തിൽ വെച്ച് മോദി അടിയന്തര യോഗം ചേർന്നു. ഭീകരാക്രമണത്തെ US-ഉം റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങൾ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. NIA സംഘം ഇന്ന് കശ്മീരിലെത്തും. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായ സ്ഥലത്ത് ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുന്നു. ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്നീഫർ നായ്ക്കളെയും മറ്റ് സാങ്കേതിക രഹസ്യാന്വേഷണ മാർഗങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്.